നിങ്ങൾ കാത്തിരുന്ന ആളുകൾ ഹോസ്റ്റലിൽ വന്ന് എത്തിയിട്ടുണ്ട്. 5 സുന്ദരികള് അവിടെ എത്തിയോ? 5 സുന്ദരികളെ നിലം തൊടാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഇപ്പൊ അതിനു വേണ്ടുന്ന വർക്ക് തുടങ്ങിയ നിങ്ങളുടെ ബ്രദറിനെ കൊന്നവനെ കണ്ടെത്താൻ കഴിയും. അവര് ആരവിനെ കൊണ്ടാണോ മടങ്ങി വന്നിരിക്കുന്നത്? അവനുണ്ടോ അവരുടെ കൂട്ടത്തില്? അവരെ 5 പേരെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ആരവ് കൂടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരുത്തൻ ഞങ്ങളുടെ കൺമുന്നിലൂടെ ഇതിനകത്തേക്ക് വരില്ലല്ലോ. നിങ്ങൾക്ക് ഇതുവരെയും ആ ഹോസ്റ്റലിനകത്ത് അങ്ങനെ ഒരുത്തൻ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയാത്തെന്താ? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ആരും ഞങ്ങളുടെ കണ്ണിപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആ 5 എണ്ണത്തിനെയും സമ്മർദ്ദത്തിലാക്കിയ ചിലപ്പോ അവര് സത്യം പറയാൻ തയ്യാറായേക്കും. അവരങ്ങനെ പെട്ടെന്ന് സത്യം പറയുന്ന ടൈപ്പുകളൊന്നുമില്ല. നേരിട്ട് ചോദിച്ച പറയില്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ അതിന് ശ്രമിക്കണം ചേട്ടാ. നിങ്ങളെപ്പോലെ കരുത്തനായ ഒരാൾക്ക് തന്ത്രം ഞങ്ങൾ പറഞ്ഞു തരണോ? അതൊക്കെ വേണ്ട പോലെ ഞാൻ കൈയറിഞ്ഞോളാം. ആരവ് ആ ഹോസ്റ്റലിൽ വരുന്നുണ്ടോ ഇല്ലയോ അതിനുള്ള തെളിവ് എനിക്ക് കിട്ടും. അത് നിങ്ങൾ വിചാരിച്ചാലേ കിട്ടുള്ളൂ. അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ളൊരു തെളിവ് കിട്ടിയാൽ ബാക്കി കാര്യം എല്ലാം ഞാൻ ചെയ്തോളാം. ശരി ചേട്ടാ, ഞങ്ങൾ അറിയിക്കാം. അയാൾ എന്താടി പറയുന്നേ? 5 സുന്ദരികളെ അയാള് തൂക്കോ? 5 സുന്ദരികള് അയാളെ തൂക്കുന്ന എനിക്ക് തോന്നുന്നു. ചുമ്മാതാടി. ഈ രുദ്രൻ നമ്മള് കരുതിയ പോലൊന്നുമല്ല, വെറും പടവാ. 5 സുന്ദരികളെ അടിച്ചൊതുക്കാൻ അയാളെ കൊണ്ടൊന്നും പറ്റില്ല. അതിന് നമ്മൾ വേറെന്തെങ്കിലും വഴി നോക്കണം. അവളുമാര് നമ്മളെ അറ്റാക്ക് ചെയ്തിട്ടും ഒരു മറുപടിയും കൊടുക്കാതിരുന്ന 3 റോസസ് പാടിക്കരിഞ്ഞു പോയെന്ന് അവര് പറഞ്ഞു നടക്കില്ലേ? അവരഞ്ജനെയും ഒരുമിച്ച് കൊടുക്കാൻ പറ്റിയ കൊടുക്ക്. രുദ്രൻ പറയുന്ന ആരവ. അവനെ സംരക്ഷിക്കുന്നത് 5 സുന്ദരികളാണെന്ന് തെളിവില്ല. അതിനൊരു തെളിവ് കിട്ടിയ 5 എണ്ണവും കുടുങ്ങും. ആരവ് എന്തിനായിരിക്കും നമ്മളോട് ബൈ പറഞ്ഞു പോയത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഇങ്ങോട്ട് വരണ്ടെന്ന് നമ്മള് പറഞ്ഞാലും ഇടിച്ചു കയറി വരുന്നവനാ ഇപ്പൊ വരുന്നില്ലാന്ന് പറഞ്ഞു പോയത്. വഴിയിൽ വെച്ച് ഇതുപോലെ യാത്ര പറഞ്ഞ് ആരവ് പോവെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനത് തമാശയായിട്ടാ കരുതിയത്. അവൻ പോയി കഴിഞ്ഞപ്പോഴാ അവൻ സീരിയസ് ആയിട്ട് പറഞ്ഞെന്ന് മനസ്സിലായത്. നമ്മളിവിടെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അവൻ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെന്തിനാ അവൻ പോയത്? നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അവനുണ്ടാക്കിയിട്ടുണ്ടല്ലോ. വീണ്ടും നമ്മളെ കഷ്ടപ്പെടുത്തണ്ടെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. എന്നാലും അവന്റെ അമ്മയെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം അവൻ ഉപേക്ഷിച്ചല്ലോ. അമ്മയെ കണ്ടെത്താൻ കഴിയില്ലെന്നുള്ള വിശ്വാസത്തിൽ അവൻ എത്തിയിട്ടുണ്ടാവും. ആ വാഗ്ദാനം പാലിക്കാൻ നമ്മളെ കൊണ്ടും കഴിഞ്ഞില്ലല്ലോ. അതിനുവേണ്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ പോയത്. അവൻ പോയപ്പോ നമ്മൾ അവന് ചെയ്തു കൊടുത്ത ചെറിയ ഉപകാരത്തിന് വലിയ പ്രത്യുപകാരം ചെയ്തിട്ടല്ലേ അവൻ പോയത്. അതെ, അനുവിനെ നമുക്ക് തിരിച്ചു കിട്ടിയതിന്റെ കാരണക്കാരൻ ആരവാണല്ലോ. ആരവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അനുവിനെ നമുക്ക് കാണാൻ പോലും കഴിയില്ലായിരുന്നു. ശരിയാ, അവന്റെ ധൈര്യം നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് അവസരം ഉണ്ടാക്കിയത്. അവന്റെ സാന്നിധ്യം ആ സമയത്ത് എന്റെ വീട്ടിലില്ലായിരുന്നെങ്കിൽ എന്റെ ലൈഫിന്റെ നിറം മറ്റൊന്നായിപ്പോയനെ. അത് എനിക്ക് അവന് മാത്രമേ അറിയൂ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോ നിനക്ക് പകരമാവാൻ അവൻ കുറെ പരിശ്രമിച്ചിരുന്നു. നിന്റെ നഷ്ടം നികത്താൻ അവൻ എന്തെല്ലാം ചെയ്തു. പല കോമാളിത്തരങ്ങളും കാണിച്ചു. എന്തെല്ലാം ചെയ്തിട്ടും ആരവിന് നിനക്ക് പകരമാവാൻ പറ്റില്ല. ഇപ്പോ പെട്ടെന്നൊരു നിമിഷം നീ വന്നപ്പോ അവൻ പോയി. ഇങ്ങോട്ട് വരാനും ഇവിടെ നമ്മളോടൊപ്പം താമസിക്കാനും